ഇത്രയും വണ്ടിയും ബഹളവും കണ്ടില്ലേ? ആളില്ലേ? എടാ അതല്ല, ഇത് വാങ്ങാൻ വരെ ആരെയും കാണില്ലല്ലോ. പിന്നെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞ ആൾക്കാർ കഴുത്തിൽ മറ്റേ ത്യാഗം തൂക്കിക്കൊണ്ട് നടക്കും. ഞാൻ പച്ചക്കറി മേടിക്കാൻ വരുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ വീട്ടിന്റെ വടക്കേപ്പുറത്ത് ഒരു വലിയ ചേന വെട്ടിയെടുത്തു. അത് കറി വയ്ക്കാൻ പോകണം. അത് കേട്ടപ്പോ കൊതിയായിപ്പോയി. ചേന ഉണ്ടാ ആദ്യം ഒരു തറ കെട്ടും, എന്നിട്ട് അതിന്റെ പുറത്ത് ഞാൻ കയറി ഇങ്ങനെ ഇരിക്കും പ്രതിഷ്ഠയായിട്ട്. நான் கனகம் மதுரையில இருந்து வந்தேன். கௌரியோட ஹோட்டல்ல ஒர்க் பண்ண போறேன். ഗൗരിക്ക് ഹോട്ടലൊക്കെ ഉണ്ടോ? ഹോട്ടൽ ഓപ്പൺ ആയിട്ടില്ല, എന്തായാലും ഒരു മാസത്തിനകം ഓപ്പൺ ആവും. ഇത് തന്നെ 6 മാസം കൊണ്ട് പറയണത് ഓപ്പൺ ആവണില്ല. അതിനാണ് ഞാൻ മോനോട് വരാൻ പറഞ്ഞത്. എന്ത് ഹോട്ടലിൽ ചായ അടിക്കാനോ? അമ്മ എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? അന്നത്തെ പഴംപൊരിയൊക്കെ ഇരിപ്പില്ലേ? അന്നത്തെ പഴംപൊരി ഇരിപ്പില്ല, ഇന്നത്തെ പഴംപൊരി ഇരിപ്പുണ്ട്. ഇല്ല, ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലേ അല്ലേ ഇറങ്ങിപ്പോയത്? ചിലപ്പോ ഒരു ടൂറും പോയത് തന്നെ ആണെങ്കിൽ പോയിട്ട് തിരിച്ചു വരൂല, കൊല്ലിങ്ങായി. വേണ്ട, ഞാൻ കൊന്നോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് വേണം. അതെ ബാല, എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് ബ്രേക്കപ്പ് മതി. ഇപ്പോൾ ഇത് പെട്ടെന്ന് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനകത്ത് എന്ത് മറുപടി പറയാനാ? നീ എന്താണ് വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണ? എടുത്ത് കൊണ്ടാ ബ്രേക്കപ്പ്. അപ്പൂപ്പൻ വിളിച്ചായിരുന്നു. നീ പടവലത്ത് കൃഷി ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ 500 വാഴക്കന്ന് വന്നിട്ടുണ്ടെന്ന്. അതെ, ഉമേഷിന്റെ മേൽനോട്ടത്തിൽ പണിക്കാരെ വെച്ച് നടാൻ പോവാന്ന്. അപ്പൊ നീയോട് അങ്ങോട്ടിയല്ലേ 10 വാഴവിത്ത് വെച്ചാ അത്രയാവത്തില്ലോടാ? ഇവന് പകരം 10 വാഴ വിത്ത് വെച്ചാ മതിയോ? നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നത്